ഉർവശിക്ക് പിന്നാലെ വീണ്ടും ഗസ്റ്റുകൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നു എന്നുള്ള വാർത്തകളാണ് അറിയാൻ പറ്റുന്നത്. ആരാണ് ഗസ്റ്റ്? എവിക്ഷൻ വല്ലതും നടക്കുമോ? മിഡ് വീക്ക് വല്ലതും നടക്കുമോ? ഇന്നലെ നടന്നില്ല, ഇന്നെങ്കിലും വല്ല മിഡ് വീക്ക് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമോ? ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആൾമാറാട്ടം ടാസ്കിൻ്റെ വേറൊരു ലെവലാണ്. അപ്ഡേറ്റുകളും വിശേഷങ്ങളും ലൈവ് അപ്ഡേറ്റ്സും ഒക്കെ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെന്യൂൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുകയും വേണം. അപ്പോൾ അറിയാൻ പറ്റിയത്, ഇന്നലെ ഉർവശി കയറി ഗസ്റ്റ് ആയിട്ട് ഇന്ന് വേറെ ആരോ കയറുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത്. കൺഫേംഡ് ഒന്നും ഞാൻ പറയുന്നില്ല. വേറെ ആരോ കൂടി ഇന്ന് വരുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടുന്നത്. ഇൻഫർമേഷൻ അല്ല, റിപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പം ആരാണെന്ന് അറിയത്തില്ല. ഇതുപോലെ റിപ്പോർട്ടാണല്ലോ, നോക്കാം നമുക്ക് വരുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ എവിക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നടത്താമായിരുന്നു. ഈ പറയുന്ന ഗസ്റ്റുകൾ വരുമ്പോഴായാലും ഒരു എവിക്ഷൻ കൂടി അവർക്ക് നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 7 ആവും. പിന്നെ സാറ്റർഡേ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരാളെ കൂടി എവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 ആവും. ഡയറക്റ്റ് ആയിട്ട് അടുത്ത ആഴ്ച ഒരാളെ ലാലായിട്ട് വന്ന് പൊക്കുകയോ മിഡ് വീക്കോ അല്ലെങ്കിൽ അവസാന ദിവസത്തിൻ്റെ തലയിൽ എന്തെങ്കിലും ട്വിസ്റ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ 5 ടോപ്പ് 5 ഡിക്ലെയർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്നത് പോലെ ട്വിസ്റ്റുകൾ വരുന്നില്ല ഈ സീസണിൽ. ടാസ്കുകൾ മാത്രമേ ലാസ്റ്റ് കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ട്വിസ്റ്റുകളും വരുന്നില്ല, കാണാനൊരു ഇൻട്രസ്റ്റും ഇല്ല. ആ ഒരു ലെവലാണ് പോകുന്നത്. ഇതൊക്കെ പുറമേ ആയിട്ട് നമ്മുടെ ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പരകായ പ്രവേശന ടാസ്ക്കാണ്. അഭിഷേക് വന്ന് വായിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നമ്മൾ കുറച്ച് സമയത്തേക്ക് ബസർ ടു ബസർ വേറൊരു ക്യാരക്ടറായിട്ട് നിൽക്കണം. അത് കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും അല്ല. ബിഗ് ബോസ് പറയും ഏത് ക്യാരക്ടറാണെന്ന്, ആ ക്യാരക്ടറായിട്ട് വേണം നിൽക്കാൻ. അർജുൻ നോറയായിട്ടാണ്, ജാസ്മിൻ സിജോ ആയിട്ട്, സിജോ ശ്രീതു ആയിട്ട്, ഋഷി ജിൻഡോ ആയിട്ട്, ജിൻഡോ ജാസ്മിനായിട്ട്, അഭിഷേക് ഋഷിയായിട്ട്, ശ്രീതു അർജുനായിട്ട്, നോറ അഭിഷേകായിട്ട്. അപ്പം അവരുടേതായിട്ടുള്ള വസ്ത്രങ്ങൾ അണിയണം. എന്നിട്ട് അവരുടേതായിട്ടുള്ള ശൈലികൾ, അവരുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം എടുത്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങി ഭയങ്കര രസകരമായിട്ട് ഒരുങ്ങുകയാണ്. ടാസ്ക് ഉടനെ തുടങ്ങും. അപ്പോൾ ഇത് മാത്രമേ ഇന്ന് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു പണിയും കാണത്തില്ല. ഇന്ന് ഈ പറയും പോലെ ഈ ആൾമാറാട്ടം ടാസ്കിൽ കിടക്കുന്നത് അർജുനാണ്. ഈ അർജുൻ ഇതിലും കിടക്കി വൈകുന്നേരം അർജുന് തന്നെ മറ്റേ കണ്ണാടി ടാസ്ക് മിററിൽ നോക്കി പറയാനുള്ള സാധനം അർജുന് കിട്ടിയില്ലല്ലോ. അപ്പോൾ അർജുൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് എപ്പിസോഡ് അർജുൻ്റെ ഒരു തലയിലായിരിക്കും ഇരിക്കാൻ പോകുന്നത്. ആ ലെവലിലായിരിക്കും ഇന്ന് പോകുന്നത്. എന്തായാലും ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. നമുക്ക് നോക്കാം അത് ആരാണെന്ന്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.